പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കത്തോലിക്ക സഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ. ലാറ്റിൻ ഭാഷയിൽ അത് പറയുക കോർപ്പൂസ് ക്രിസ്തി എന്നാണ് പറയുക. ക്രിസ്തുവിൻ്റെ ശരീരം, കോർപ്പൂസ് ക്രിസ്തി. നമുക്കിത് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരിശുദ്ധ കുർബാന. നമുക്ക് ഈ തിരുനാൾ ഭംഗിയായിട്ട് നമുക്ക് ആചരിക്കാം. നമ്മുടെ തിരുനാളാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ തിരുനാളാണ്. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്ന അടയാളത്തിൻ്റെ തിരുനാളാണ്, കാണപ്പെടുന്ന അടയാളം. ഈ ഓസ്തിയിൽ ഈശോയുടെ സാന്നിധ്യം സജീവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണം അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയായി നമുക്കത് മാറട്ടെ, അനുഭവവേദ്യമാകട്ടെ. പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം നമുക്ക് കുർബാനയിലുടനീളം നമുക്ക് അനുഭവവേദ്യമാകട്ടെ. നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ
അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. സ്വർലോക രാജനെ സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ വിസ്മയനീയമായ ഈ കൂദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിൻ്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് സാലേം രാജാവായ മെൽക്കിസെദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അവൻ അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ.
ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. മെൽക്കിസെദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. മെൽക്കിസെദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. മെൽക്കിസെദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ അയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുത്തേക്ക് വരും. മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ശബ്ദം ചെയ്തു, മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. മെൽക്കിസെദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളെ ഭാരമേൽപ്പിച്ചതുപോലെ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാപനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവനെന്നേക്കും ജീവിക്കും. കർത്താവ് നിങ്ങളോടു കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനങ്ങളെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം.
ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കോർപ്പൂസ് ക്രിസ്തി പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൽ നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കുന്ന സുവിശേഷ ഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. ഇത് എല്ലാ സുവിശേഷത്തിലും അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം വിവരിക്കുന്നുണ്ട്. 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്. 5 അപ്പവും 7 അപ്പവും, 5000 പേർക്ക് 7000 പേർക്ക്, അങ്ങനെ. അത് ഈ 2 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്ന കഥ അത് മത്തായും മർക്കോസും പറയുന്നുണ്ട്. ലൂക്കായും യോഹന്നാനും 1 പ്രാവശ്യം അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. ഇനിയും അപ്പം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അതിന് തൊട്ടടുത്ത സംഭവമായിട്ട് പറയുന്നത് 3 സുവിശേഷങ്ങളിൽ ഒരേപോലെ പറയുന്നത് ഈശോ വെള്ളത്തിന് മീതെ നടന്നതാണ്. അത് മത്തായി പറയുന്നുണ്ട്, മർക്കോസ് പറയുന്നുണ്ട്, യോഹന്നാനും പറയുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം കഴിയുമ്പോൾ തന്നെ ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവമാണ്. ലൂക്ക 1 പ്രാവശ്യമേ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുള്ളൂ, വെള്ളത്തിന് മീതെ നടക്കുന്ന കഥ പറയുന്നില്ല. പക്ഷെ അതിന് പകരം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നുണ്ട്, അതിനെ തുടർന്ന് വെള്ളത്തിന് മീതെ നടക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതിനെ തുടർന്ന് വാതോരാതെ നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗം, ആ പ്രബോധനം അവസാനിക്കുമ്പോഴും പത്രോസ് വിശ്വാസം ഏറ്റുപറയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കണം. വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മളത് ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും അപ്പം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വെള്ളത്തിന് മീതെ നടക്കുന്ന കാര്യം പറയുന്നത് എന്നത് വളരെ അത് ചിന്തിച്ച് പ്രാർത്ഥിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വളരെ കടുകട്ടിയായിട്ടുള്ളൊരു കാര്യമാണ് ഈശോ ഒരപ്പത്തിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ളത്. നമുക്കൊരു കഥ പോലെ പറയാൻ പറ്റുകയില്ല. ഈശോ കൊടുത്ത പ്രബോധനമാണ്. ഈ പ്രബോധനത്തിൻ്റെ അവസാനം ആളുകൾ പറയും, കുറേ പേര്, അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വാക്യമാണ്, ഈ പ്രബോധനം ഇത് കടികട്ടിയാണ്, ഇത് കഠിനമാണ്, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. അവർ പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പേര് ഇട്ടിട്ട് പോയി. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാമത്തെ വാക്യമാണ്. അവർ ശിഷ്യന്മാരിൽ കുറേ പേര്, 12 പേരുടെ കാര്യമല്ല, മറ്റ് ശിഷ്യന്മാർ, ഈശോയുടെ പുറകെ കൂടിയ മറ്റുള്ളവരുണ്ടല്ലോ, അവരോടൊക്കെയാണ് ഈശോ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രബോധനം കൊടുത്തത്. അപ്പം പ്രബോധനം മനസ്സിലാക്കാൻ പറ്റാതെ അവർ ഇട്ടിട്ട് പോയി. അപ്പോൾ ഈശോ ശിഷ്യന്മാരോടും ചോദിക്കുന്നു, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്കും പോകണമെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഞങ്ങൾ എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ വചനം നിങ്ങളുടെ പക്കലുണ്ടല്ലോ. അപ്പോൾ ഈശോ ഈ പ്രബോധനം, ഇതിൽ വെള്ളം ചേർക്കാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രബോധനം, അതായത് ജീവൻ്റെ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള പ്രബോധനം, അത് അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറയാനാണ്? അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്, ജീവനുള്ള അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും, ഇതിൽ പരം എങ്ങനെ പറയാനാണ്? ഒരു കഥ പോലെ പറയാൻ പറ്റുമോ? ഇപ്പം ഈശോയോട് പറയും, ഈശോ ഉപമകളിലൂടെ കാര്യങ്ങൾ പറയാറുണ്ട്. ചില സമയത്തൊക്കെ ഈശോ കഥകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് പരാതി ഇതാണ്, കഥ പറയുന്നില്ല, പ്രബോധനം പറയുകയാണ്, വലിച്ചു നീട്ടുകയാണ്. ചില ആളുകളുടെ പരാതിയാണ് പ്രബോധനം. ഈശോ ഈ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറയുന്ന ഭാഗം അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന കഥ പറയുന്നു, വെള്ളത്തിന് മീതെ നടക്കുന്ന കഥ പറയുന്നു. ആ സംഭവം പറഞ്ഞിട്ട് 25-ാമത്തെ വാക്യം മുതൽ ജീവൻ്റെ അപ്പം, ആ ടൈറ്റിലോടുകൂടി അത് അവസാനിക്കുന്നത് 71-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ വലിച്ചു നീട്ടുന്ന ഈശോയ്ക്ക് ഇത് പറയാതെ തരമില്ല. അപ്പോൾ പ്രബോധനത്തിലൂടെ തന്നെ പറയണം, ഇല്ലേ? പ്രബോധനമായിട്ട് തന്നെ പറയണം. അത് തമാശ രൂപ പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഈശോ ഇത് സീരിയസാണ്, ഇത് സീരിയസാണ്, ഇതിൽ കോംപ്രമൈസ് ഇല്ല, ഇതിലൊരു അണുകിട വ്യതിചലിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിന്നാൽ മതി. അപ്പം പ്രബോധനം പലർക്കും ഇഷ്ടമല്ല. പ്രബോധനം നമ്മൾ അറിയരുത്, അതാണ് പിശാചിൻ്റെ ആഗ്രഹം. പ്രബോധനം അറിയരുത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യത്തിലാണ് അവർ വിട്ടുപോയത്. ഈ 666 പിശാചുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറാണ്, അറിയാമല്ലോ. അപ്പോൾ പിശാചിൻ്റെ സ്വാധീനം നമ്മളെ പ്രബോധനം കേൾപ്പിക്കരുത്.
അപ്പം അവിടെ ഈ ചരട് വിൽക്കുന്നവരും തൊട്ടിൽ വിൽക്കുന്നവരും അവർ നമ്മൾ ഇതേക്കുറിച്ച് അറിയരുത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വസിക്കുന്ന നമ്മൾ കർത്താവായ യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയുന്ന ചില നടപടികളാണ്. അപ്പം അവിടെ വിൽക്കുന്നവർ അവരറിയരുത്, ഇവരിതൊന്നറിയരുത്, ഇതൊന്നാം പ്രമാണ ലംഘനമാണെന്ന് അറിയരുത്, ഇതറിയരുത് എന്നല്ല പിശാച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന് അവരറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പള്ളി വിട്ട് പോകില്ല, പള്ളി തന്നെ നിൽക്കും. അവർ പള്ളി വിട്ട് പുറത്തു വരണം, അവർ സഭ വിട്ട് പുറത്തു വരണം. ഇതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ദുരാചാരങ്ങളിൽ കെട്ട് വീണ് കെണിയിൽപ്പെട്ട് മനുഷ്യർ ഇങ്ങനെ ജീവിക്കണം. എന്നാലല്ലേ ബിസിനസ് നടക്കുള്ളൂ. പിശാചിൻ്റെ ബിസിനസ് നമ്മളെ പിശാചിൻ്റെ വലയത്തിലാക്കുക എന്നതാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്നത് സത്യമാണ്. അതൊരു ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അതൊരു തിയറിയാണ്. അപ്പത്തിൽ ഈശോ വരുന്നുണ്ട്, പക്ഷെ അപ്പത്തിൻ്റെ മാറ്റം, രൂപത്തിലൊരു മാറ്റം ഉണ്ടാകില്ല. ഈ അപ്പത്തിലാണോ ഈശോ എന്ന് സംശയം തോന്നാം. പക്ഷേ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന തിയറി വഴി ഈശോയുടെ ശരീരമായി മാറുന്നു. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല, പക്ഷെ അതിൽ ഈശോയുടെ ശരീരമായി മാറുന്നു. പുരോഹിതൻ്റെ കൈവയ്പ് പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവ് നിറയുന്നു. പ്രതിഷ്ഠാ പ്രാർത്ഥന വഴി അത് ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു. അതാണ് ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാളാണിത്. ഇത് നിനക്ക് കുഞ്ഞുനാളിൽ അമ്മ പറഞ്ഞു തന്നതല്ലേ? ആ പരിശുദ്ധ കുർബാനയിൽ വെള്ളപ്പത്തിൽ അത് ഈശോയാണെന്ന് പറഞ്ഞു തന്നതല്ലേ? എന്നിട്ട് നീ എന്തുകൊണ്ടാണ് കുർബാന സ്വീകരിക്കാതെയൊക്കെ നടക്കുന്നത്? ഈശോ ഇന്നത്തെ ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന സംഭവം, അത് അപ്പം വർദ്ധിപ്പിക്കുന്ന കഥ പറഞ്ഞിട്ട് അത് പറയുന്നത്, അത് ഒരു കാര്യം ഈശോ പ്രൂവ് ചെയ്തു തരികയാണ്. അതായത് 2 മീനും 5 അപ്പവും 5000 പേര് ഭക്ഷിച്ചു. പുരുഷന്മാർ മാത്രം 5000 പേര്. എത്രയോ വർദ്ധിപ്പിച്ചു. എന്നിട്ട് 12 കുട്ട നിറയെ ബാക്കി. എത്രയോ വർദ്ധിപ്പിച്ചു. അതായത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം പറഞ്ഞിട്ട് ഈശോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഈശോയ്ക്ക് ഒരു വസ്തുവിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് ഒരു വസ്തുവിൽ മാറ്റം വരുത്താൻ സാധിക്കും. നിനക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈശോയ്ക്ക് അത് കഴിവുണ്ട്. ഒരു വസ്തുവിൽ ഈശോയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഒരു രോഗപീഠ ബാധിച്ച അവയവത്തെ രോഗം മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കും. എത്ര പേർക്ക് അനുഭവം ഉണ്ട്? നിനക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈശോയ്ക്ക് ഒരു വസ്തുവിന് മാറ്റം വരുത്താൻ സാധിക്കും. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? നിനക്ക് സംശയം ഉണ്ടെങ്കിൽ പിശാചാണ് നിന്നെ സംശയം ജനിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം, വെള്ളത്തിന് മീതെ നടക്കുന്നു. വെള്ളത്തിന് മീതെ ഈശോയ്ക്ക് എങ്ങനെ നടക്കാൻ പറ്റി? ഈശോയുടെ ശരീരം വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റിയ വിധത്തിൽ ഒരു രൂപമാറ്റം ഈശോ കൊണ്ടുവന്നു. ഇല്ല, വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത് എന്തൊക്കെയാണ്? ഇല്ല, വള്ളം, വഞ്ചി, അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത്. വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത്? വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ പറ്റിയ രൂപമാറ്റം സംഭവിച്ചതുകൊണ്ടാണ്. അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും അതിന് വള്ളത്തിൻ്റെ ഒരു രീതിയിൽ മാറ്റം വന്നത് കൊണ്ടല്ലേ വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കുന്നത്? അല്ലാതെ വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ? അപ്പൊ ഈശോ വെള്ളത്തിന് മീതെ നടന്നത് എന്തുകൊണ്ടാണ്? വെള്ളത്തിന് മാറ്റം വന്നത് കൊണ്ടാണോ? ഈശോയുടെ ശരീരത്തിൽ മാറ്റം വന്നതുകൊണ്ടാണ്. ഈശോയുടെ ശരീരത്തിൽ മാറ്റം വന്നതുകൊണ്ടാണ്. ഇത് നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈശോയ്ക്ക് ഒരു വസ്തുവിനെ മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് തൻ്റെ ശരീരത്തെയും മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് പുറമേയുള്ള ഒരു വസ്തുവിനെ മാറ്റം വരുത്താൻ സാധിക്കും. ഈശോയ്ക്ക് തൻ്റെ ശരീരത്തിലും മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു വസ്തുവിലേക്ക് തൻ്റെ ശരീരത്തെ കൊണ്ടുവരാൻ ഈശോയ്ക്ക് സാധിക്കും. അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈ 2 കാര്യങ്ങളും പറഞ്ഞിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം മുതൽ പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാണ്. വേറെ ചുമ്മാ അങ്ങനെ പറയുന്നതല്ല, ഇത് കാര്യകാരണ സഹിതം, തെളിവ് സഹിതമാണ് ഈശോ പറയുന്നത്. ഈശോയ്ക്ക് ഒരപ്പത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. ഈശോയ്ക്ക് ഒരു അപ്പത്തിലേക്ക് ഇറങ്ങി വരാൻ സാധിക്കും. ഇത് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് സഭയിലൂടെ നമ്മൾ പഠിക്കുന്ന ഈ തിരുനാളിൻ്റെ അന്തസത്ത. അതാണ് അപ്പത്തിൽ ഈശോ വസിക്കുന്നു. നീ കണ്ടാലും കണ്ടില്ലെങ്കിലും, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ദേവാലയം, പരിശുദ്ധ കുർബാന, ഇതെല്ലാം നീ ബഹുമാനിക്കണ്ടേ? നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ പൊക്കോ, നീ നിൽക്കണമെന്നില്ല. ഇത് കടുകട്ടിയാണ്, നിനക്ക് മനസ്സിലാകുന്നില്ലേ, നീ പൊക്കോ, നീ വിട്ടുപൊക്കോ.
ഇതിനൊരു കോംപ്രമൈസ് ഇല്ല. ഇതിനപ്പുറം ഈശോയ്ക്ക് ഒന്നും പറയാനില്ല. അതാണ് അവർ പിറുപിറുത്തപ്പെടും. നിങ്ങൾ പൊക്കോ. ശിഷ്യന്മാരോട് ചോദിച്ചു, ഇല്ല, ഈശോ തെരഞ്ഞെടുത്ത പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാ. മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ഒക്കെ നിനക്ക് പരിശീലനം തന്നിട്ട് നിന്നെ കൂടെ നിർത്തിയിരിക്കാം. നിനക്ക് എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നീ നിൽക്കണ്ട, പൊക്കോ, നീ പൊക്കോ. നീ ഞായറാഴ്ച ഒന്നും പള്ളി വരണ്ട. നിനക്കിങ്ങനെ തൊട്ട് തൊടിയിച്ച് പോകാനുള്ള വിശ്വാസമുള്ളോ? നിനക്ക് ഈശോയെ തള്ളിപ്പറയുന്ന വിശ്വാസമുള്ളോ? ചരടുമായിട്ട് വരുമ്പോൾ ഈശോയെ തള്ളിപ്പറയുന്ന വിശ്വാസമോ ഉള്ളൂ? നിനക്കെന്തിനാ നീ വെള്ളം ചേർക്കുന്നത്? യേശു ഏക കർത്താവാണെന്നുള്ള വിശ്വാസത്തിൽ നീ എന്തുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്? നീ എന്താണ് അങ്ങോട്ട് മാറുമ്പോൾ നീ തരം താഴ്ത്തി ഇങ്ങനെ മാറി മാറി വർത്തമാനം പറയുന്നത്? നീ മാറി മാറി ചിന്തിക്കുന്നത് എന്താ? യേശു ഏക രക്ഷകനാണ് എന്നത് നീ തരം മാറി വർത്തമാനം പറയുന്നത് എന്താ? നീ തരം മാറി ചിന്തിക്കുന്നത് എന്താ? ആളും തരം നോക്കി നീ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? നിന്റെ സൗകര്യപൂർവ്വം നീ ചിന്തിക്കുന്നത് എന്താ? ഈശോ നിന്റെ സൗകര്യത്തിനുള്ളതല്ല. ഈശോ പറയാണ്, അപ്പത്തിൽ ഞാൻ വസിക്കുന്നു. ഇത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്. ഇത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ നിനക്ക് അനുഗ്രഹം. മറിയത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? മറിയം ചെയ്തത് ഇതാ. മറിയത്തിന്റെ ഉള്ളിലേക്ക് കൊടുത്ത ഈശോ ഉദരത്തിൽ അതങ്ങനെ വളർന്നു വലുതായി. അങ്ങനെ ആ കുരിശിന്റെ വഴിയിലൂടെ ഒക്കെ മാതാവ് ഈശോയെ കൂടെ പിടിച്ചു, സഹനത്തിലും കൂടെ പിടിച്ചു, വിട്ടുപോയില്ല. പിന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. എന്നിട്ട് കുരിശിൻ ചുവട് വരെ പോയി നിന്നു. എന്നിട്ട് ആ കുരിശ് മരണത്തെ ആരാധിച്ചു. ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാനം, ഒന്നാം വായനയല്ല, രണ്ടാം വായനയുടെ അവസാനം പറയുന്നത് കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കുരിശും മരണം, അത് ഈശോയെ ആരാധിക്കുകയാണ് നമ്മൾ. മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈശോയെ ആരാധിച്ചു. അതുപോലെ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയ പരിശുദ്ധ മറിയം ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നീ ഈശോയെ ആരാധിക്കുകയാണ്. നിനക്ക് പാപമോചനം കിട്ടുന്നത് ഈശോയുടെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാലാണ്. അതുകൊണ്ട് നീ കുമ്പസാരിക്കുമ്പോഴും ഈശോയെ ആരാധിക്കുകയാണ്. കൂടെ കുമ്പസാരിക്കുമ്പോഴും കൂടെ കുർബാന സ്വീകരിക്കുമ്പോഴും നീ ഈശോയെ ആരാധിക്കുകയാണ്, ഈശോയെ ഏറ്റുപറയാണ്. ഇതിൽ പരം ഒരു അവസരമില്ല ഈശോയെ ഏറ്റുപറയാൻ. എന്നിട്ട് അത് പ്രയോജനപ്പെടുത്താതെ ചില ആളുകൾ ഇങ്ങനെ ദൈവം പറഞ്ഞിട്ട് കണ്ടീഷൻ വയ്ക്കുന്ന ദൈവത്തോടാണ്. 80% മാർക്ക് കിട്ടിയാൽ തലമുടി വടിച്ചോളാം. അവിടെ എവിടെയാണ് ഈശോ ബന്ധം? എൻ്റെ മകന് 80% മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് തലമുടി വടിച്ചോളാം. അവിടെ എങ്ങനെ ഈശോയിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്? ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടിയാൽ, ജോലി കിട്ടിയാൽ ഞാൻ പള്ളി വന്നോളാം കർത്താവേ, ഞായറാഴ്ച മുടങ്ങാതെ പള്ളി വന്നോളാം കർത്താവേ, ഞാൻ കൂടെ കുമ്പസാരിച്ചോളാം കർത്താവേ, ഞാൻ കൂടെ കുർബാന സ്വീകരിച്ചോളാം കർത്താവേ എന്നല്ലേ പറയേണ്ടത്? ഈശോ ബന്ധത്തിൽ വളരുക. അതാണ് മറിയം ചെയ്തത്. മറിയം കാണിച്ചു തന്നത് അതാണ്. മറിയം ഇങ്ങനെ അഭിഷേകമുള്ള മകളായി, ദൈവത്തിൻ്റെ മകളായി ഇന്നും ഇവിടെ പരിലസിക്കുന്നതിൻ്റെ കാരണം മറിയം ഈശോയുടെ കുരിശുമരണത്തെ ആരാധിച്ചത് കൊണ്ടാണ്. പരിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെ നിനക്ക് ഈശോയെ ആരാധിക്കാൻ സാധിക്കും. അതിൽ പരം വേറൊരു അവസരമില്ല. വചനപ്രഘോഷണം പോലും അതിന് താഴെയാ. കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയും നിനക്ക് ഈശോയെ ആരാധിക്കാൻ സാധിക്കും. മറിയം ചെയ്തത് അതാണ്. മറിയം ഒരു നിധി പോലെ കൊണ്ടു നടന്നതാണ് പരിശുദ്ധ കുർബാന. അല്ലെങ്കിൽ ആ പാവം കുരിശിൻ്റെ ചുവട്ടി കാത്തുകെട്ടി നിൽക്കില്ലായിരുന്നല്ലോ. കാത്തുകെട്ടി നിന്നിട്ട് ആ ബോഡി മടിയിലേക്ക് കിട്ടണ വരെ നോക്കി നിന്നില്ലേ? അതൊരു നിധി പോലെ സ്വീകരിച്ചില്ലേ? നിനക്ക് ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നും, പള്ളി പോകാതെയൊക്കെ നടന്നും, കുമ്പസാരിക്കാതെയൊക്കെ നടന്നും, അങ്ങനെ നീ നിന്റെ വിശ്വാസം അങ്ങനെ ഉഴപ്പി പോകുമ്പോഴും നിനക്ക് പരിശുദ്ധ കുർബാന നിധിയാണോ? നിനക്ക് എന്താ പരിശുദ്ധ കുർബാന? പരിശുദ്ധ മറിയത്തിനത് നിധിയായിരുന്നു. നിധി ആർക്കും കിട്ടാത്തൊരു സമ്പത്ത് പോലെ. നിനക്കതെന്താണ്? നിനക്ക് സൈഡ് വഴി കൊണ്ടുപോകുന്നൊരു കാര്യമാണോ പരിശുദ്ധ കുർബാന? ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ,
മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചു. അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് ഈശോ വാതോരാതെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ലേ? ഏതനിൽ കണ്ട പഴം പോലെ അല്ല ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ടും കരങ്ങൾ കൂപ്പി ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ എളിമയോടുകൂടെ നമ്മൾ നിന്നു കൊടുത്തേ. ഒന്ന് കരമൊക്കെ കൂപ്പി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഏതനിൽ കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നയേ, കാൽവരി ചോട്ടിലെന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയെ. സെറാഫുകളൊന്ന് യേശയ്യാക്കേകിയ സ്വർഗീയ തീക്കനലല്ലോ, മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥാം, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു. ഓസ്തിയിൽ നാഥൻ്റെ മുഖം കാണുന്നു. ഓസ്തിയിൽ നാഥൻ്റെ സ്നേഹം. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ തിരുനാളാണല്ലോ, തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെ തിരുനാൾ. ഇത് ഉള്ളിലേക്ക് കയറട്ടെ. അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. നീ രോഗിയാകുമ്പോൾ, കുടുംബത്തിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഈശോയെ, എന്റെ ശരീരത്തിലൂടെ അങ്ങയുടെ ശരീരവും രക്തവും കടന്നു പോകുമ്പോൾ കർത്താവേ, എനിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഈശോയെ, ശരീരത്തിലെ രോഗപീഠകൾ മാറ്റിക്കൊടുക്കണമേ. കാലങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണമേ. കുരിശാരാധന, ഈശോയുടെ കുരിശുമരണത്തെയും പീഡാസഹനത്തെയും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിലൂടെ, കുമ്പസാരിക്കുന്നതിലൂടെ ദൈവജനം ആരാധിക്കുകയാണ്. ദൈവജനം ഈശോയുടെ മരണത്തെ ആരാധിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കർത്താവേ, ഈ മക്കളെ രക്ഷിക്കണമേ. കാലങ്ങളായി കുടുംബങ്ങളിലും ദേശങ്ങളിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രോഗപീഠകൾ മാറട്ടെ, ജോലി ലഭിക്കട്ടെ, കടബാധ്യതകൾ മാറട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, ജോലി ലഭിക്കട്ടെ, വിദേശത്തും നാട്ടിലും പഠനമെല്ലാം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, രാത്രികാലങ്ങളിൽ സുഖനിദ്ര ലഭിക്കട്ടെ. യേശുവിലുള്ള വിശ്വാസം വഴി ദൈവജനം രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും ഈ തിരുനാൾ ദിനത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, കരമുയർത്തി മനമുയർത്തി സ്തുതിക്കുന്ന, യേശുവിന്റെ നാമം വിളിക്കുന്ന ഈ ദാസിദാസന്മാരിലേക്ക് രക്ഷയുടെ അടയാളം ഇപ്പോൾ തന്നെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ദൈവശക്തി, ഉന്നത ശക്തി വന്ന് ആവസിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ പാടാം നാഥാ, ഈശോ നിന്നെ വാഴ്ത്താം.
ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. പരിശുദ്ധമ്മേ, അമ്മ ഈശോയെ കൊണ്ടു നടന്നതുപോലെ ഈശോയെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, പ്രാർത്ഥിക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങിയും പരിശുദ്ധാത്മാവാൽ കന്യകാ മറിയത്തിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവിടെയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കാഴ്ചവെപ്പിന് ഒരുങ്ങുന്നവരെ 3 ലൈനായിട്ട് വരിക. 3 ലൈനായിട്ട്. ഞാൻ ഒരാളല്ലെങ്കിലും അത് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 ലൈനായിട്ട് നിങ്ങൾ വരിക. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളതെല്ലാം പ്രാർത്ഥിക്കുകയാണ്. സ്നേഹപിതാവായ ദൈവമേ, കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും സഭയിലെ സംവിധാനങ്ങളെയും ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, യുദ്ധം നടക്കുന്ന രാജ്യങ്ങളെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ കുർബാനയുടെ ശക്തി ലോകമെങ്ങും വ്യാപരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന അർപ്പണത്തിന് 11ഉം 12ഉം കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഓരോ പ്രാർത്ഥനാ സങ്കേതങ്ങളെ, ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഓരോ ശുശ്രൂഷകളെ ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന, ഇത് അവസാനത്തെ ഒരു പിടിവള്ളി പോലെ ഇവിടെ ഈ വിശുദ്ധ സ്ഥലത്ത് വന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന നാനാജാതി മതസ്ഥരെ, വിവിധങ്ങളായ ദുഃഖങ്ങളും സങ്കടങ്ങളും പേർന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളുടെ കൂടെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയെ നിന്നനുഭവിക്കുവാനും നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ വഴി കൗതാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങ് സഭയ്ക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതിയും വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമായി. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ
ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം